മഹാഭാരതത്തിലെ വനപർവത്തിൽ പാണ്ഡവന്മാര് വളരെ സന്ദിഗ്ധമായ ഒരു ഘട്ടത്തെ, ഒരു പരീക്ഷണത്തെ തരണം ചെയ്യുകയാണ്. ദുര്യോധനൻ ആതിഥ്യമരുളി സന്തോഷിപ്പിച്ച് ദുർവാസാവിൽ നിന്നും വരം വാങ്ങുകയാണ്. പാണ്ഡവന്മാരുടെ ആതിഥ്യം സ്വീകരിച്ച് കൊള്ളാമെന്ന്. അത് പാഞ്ചാലി ഭക്ഷണം കഴിച്ച് അക്ഷയപാത്രത്തിൽ അന്നമില്ലാതിരിക്കുന്ന സമയത്ത് ചെന്ന് അവരുടെ ആതിഥ്യം സ്വീകരിക്കണമെന്നാണ് വരമായിട്ട് ആവശ്യപ്പെട്ടത്. ദുർവാസാവ് അങ്ങനെ കാട്ടിലെത്തുന്നു. പാഞ്ചാലി വിഷണ്ണയായിട്ട് ദുഃഖത്തോടുകൂടിയ ഭഗവാനെ അലിഞ്ഞു വിളിക്കുകയാണ്. ഭഗവാന്റെ അതിമനോഹരമായ സ്തുതിയാണ് പാഞ്ചാലി ചെയ്തത്. ശ്രീകൃഷ്ണ ഭഗവാൻ അതാ ദ്വാരകയിൽ നിന്നും തൻ്റെ തൽപ്പത്തിൽ തന്നോടൊപ്പം ഇരിക്കുന്ന ആ രുക്മിണി ദേവിയെ അവിടെ വെടിഞ്ഞുകൊണ്ട് തൻ്റെ പാദങ്ങളിൽ ശരണം പ്രാപിച്ചിരിക്കുന്ന ശരണാഗതി അടഞ്ഞ പാഞ്ചാലിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ത്വരിതനായിട്ട് അതിവേഗത്തിൽ ചെന്ന് ആ പാണ്ഡവന്മാരുടെ സമീപത്ത് ചെന്ന് അവരെ രക്ഷിക്കാൻ, അവരുടെ അപ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് കാര്യം ചെയ്തു എന്നാണ് മഹാഭാരതത്തിൽ വളരെ പ്രസിദ്ധമായ ആ കഥയിലാണ് നമ്മൾ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. പാഞ്ചാലി കൃഷ്ണനെ നമസ്കരിച്ചു. ദുർവാസാവിൻ്റെ വരവിനെക്കുറിച്ചും ഉണ്ടായ പ്രശ്നത്തെക്കുറിച്ചും പറഞ്ഞു. ഭഗവാൻ ഉടനെ പറയാണ്, ഒന്നും പറയാൻ നേരമില്ല. ഭഗവാൻ പറയാണ്, ക്ഷുധിതോസ്മി പ്രസാതുര, പാഞ്ചാലി എനിക്ക് അതികലശലായിട്ട് വിശക്കുന്നു എന്ന് പറയാണ്. ഭഗവാൻ ഒരു വളരെ നല്ല തമാശയോടുകൂടിയ, ഭഗവാന്റെ നർമ്മബോധം വളരെ വ്യക്തമാകുന്ന, വലിയ ഗൗരവക്കാരനല്ല ഭഗവാൻ. ഗൗരവക്കാരനായിട്ട് നമ്മൾ പലപ്പോഴും മഹാഭാരതത്തിലെ കൃഷ്ണനെ കാണും. പക്ഷെ ഇവിടെ ആ മഹാഭാരത കൃഷ്ണനും ഗൗരവം വിട്ടുകൊണ്ട് ആ വൃന്ദാവനത്തിലും ഗോപികമാരെയൊക്കെ തന്നെ തൻ്റെ ആ പുഞ്ചിരി കൊണ്ടും കടാക്ഷം കൊണ്ടും വഞ്ചിച്ചവനായ, ആ പാൽവെണ്ണ നുകർന്നവനായ ആ കള്ളക്കണ്ണനാണ് ഇവിടെ പാഞ്ചാലിയുടെ കൃഷ്ണനായിട്ട് വന്നിരിക്കുന്നത്. ആ നർമ്മബോധം ഭഗവാൻ കൂടെ കൊണ്ട് നടക്കുകയാണ്. വിശക്കുകയാണ്. ശീഘ്രം ഭോജയമാം കൃഷ്ണേ പശ്ചാത് സർവം കരിഷ്യരി, എത്രയും പെട്ടെന്ന് എനിക്ക് ഭക്ഷണം തരൂ, അതിനുശേഷം ഞാൻ എല്ലാം നിനക്ക് ചെയ്തു തരാം എന്ന് പറഞ്ഞു. നിശമ്യ തദ്വച കൃഷ്ണ ലജ്ജിത വാക്യം അബ്രവീത്. പാഞ്ചാലി ലജ്ജിച്ചു പോയി. കാരണം ഭഗവാന് കൊടുക്കാൻ ഒന്നുമില്ലല്ലോ, താൻ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഒന്നും നിവേദിക്കാനില്ലല്ലോ എന്ന് ദുഃഖിച്ച് ലജ്ജിതയായി പോയപ്പോൾ പറയാണ്, സ്ഥാല്യാം ഭാസ്കരദത്തായാം അന്നം മദ്ഭോജനാവധി ഭുക്തവത്യഹം ദേവ തസ്മാത് അന്നം ന വിദ്യത്തെ. സാക്ഷാൽ സൂര്യദേവൻ തന്നതായ ആ സ്ഥാലി ഉണ്ടല്ലോ, അക്ഷയപാത്രം, ആ സ്ഥാലിയിൽ ഞാൻ ഭക്ഷണം കഴിച്ചാൽ അന്നം ബാക്കിയാകില്ല ഭഗവാനെ. ഞാൻ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അതുതന്നെയാണ് എൻ്റെ ദുഃഖം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ വിളിച്ചതും. തത പ്രോവാച ഭഗവാൻ കൃഷ്ണം കമലലോചന. ഭഗവാന്റെ കണ്ണിൻ്റെ സൗന്ദര്യം, കമലലോചനാണ് ഭഗവാൻ. സൗന്ദര്യം മാത്രമല്ല, ആ കണ്ണുകൾക്ക് നമ്മുടെ ഹൃദയത്തിലുള്ളതിനെയും കാണാൻ സാധിക്കും, ദൂരെയുള്ളതിനെയും കാണാൻ സാധിക്കും, അടുത്തുള്ളതിനെയും കാണാൻ സാധിക്കും. എല്ലാം കാണാൻ സാധിക്കുന്ന ഭഗവാന്റെ ആ കമലലോചനം കൊണ്ട് ഭഗവാന് ആ സ്ഥാലിയിൽ, ആ അക്ഷയപാത്രം എന്ന സ്ഥാലിയിൽ അന്നമുണ്ടോ ഇല്ലയോ എന്ന കാര്യം ഭഗവാൻ അറിയാം. കൃഷ്ണേന നർമ്മകാലോയം ക്ഷുച്ഛ്രമേണാതുരേമയി. പാഞ്ചാലി എന്താ ഇത്, തമാശ പറയുകയാണോ? വിശന്നിട്ട് ക്ഷീണിച്ചിരിക്കുന്ന, ആതുരനായിരിക്കുന്ന എന്നോടാണോ നീ തമാശ പറയുന്നത്? അന്നമില്ല, ഭക്ഷണമില്ല എന്ന്. എന്താ ഇത്, വിളിച്ചു കൊണ്ടുവന്നിട്ട് അന്നമില്ല എന്ന് പറയുകയാണോ? ശീഘ്രം ഗച്ഛ മമ സ്ഥാലീം ആനീയത്വം പ്രദർശയ. വേഗം പോയിട്ട് ആ സ്ഥാലി എടുത്തുകൊണ്ട് പോകുണ്ടോ ഞാൻ നോക്കട്ടെ. നീ വെറുതെ പറയായിരിക്കും. ചിലപ്പോഴൊക്കെ നിന്റെ ഭർത്താവായ അർജുനൻ നിന്റെ അടുത്ത് കള്ളം പറയാറുണ്ട് അല്ലേ? ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചില്ല എന്ന് പറയും. ഇങ്ങനെയൊക്കെ കള്ളം പറയാറുണ്ട്. വിഹാര ശയ്യാസന ഭോജനേഷു. സുഹൃത്ത് എന്ന രീതിയിൽ തമാശയായിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. നീയും അങ്ങനെ വല്ല തന്ത്രവും പ്രയോഗിക്കുകയാണോ നോക്കട്ടെ. നീ ആ സ്ഥാലി കൊണ്ടുവരൂ, നിന്റെ താലം കൊണ്ടുവരൂ, നിന്റെ ആ അക്ഷയപാത്രം കൊണ്ടുവരൂ, നോക്കട്ടെ. ഇതി നിർബന്ധത സ്ഥാലീമാനായ്യ സ യദൂദ്വഹ സ്ഥാല്യ കണ്ഠേഥ സംലഗ്നം ശാകാന്നം വീക്ഷകേശവ. ആ പാത്രം കൊണ്ടുവന്നിട്ട് ഭഗവാൻ തിരിച്ചും മറിച്ചും അകത്ത് നോക്കിയപ്പോൾ സ്ഥാല്യാഹ കണ്ഠേഥ അഥ സംലഗ്നം. ആ പാത്രത്തിൻ്റെ കഴുത്ത്, ഈ സ്ത്രീകൾ പാത്രം കഴുകുന്ന സമയത്ത് ചില അശ്രദ്ധ വരാൻ സാധ്യതയുള്ളത് പാത്രത്തിൻ്റെ കുടുങ്ങിയ കഴുത്തിലൊക്കെ ചില സമയത്ത് ചിലപ്പോൾ ഒരു വറ്റ് കുടുങ്ങിയിട്ടുണ്ടാകും, കഴുകുന്ന സമയത്ത് വൃത്തിയായിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു ചീര ഇല, ഒരു ഇലക്കറിയുടെ ഇലയായിരിക്കാം, പറ്റി പിടിച്ച് നിൽക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ ഒരു കറിവേപ്പിലയാകാം, എന്തെങ്കിലും ആകാം, നാളികേരത്തിൻ്റെ ഒരു കഷ്ണമാകാം. ഇവിടെ അതാ ഒരു ശാകാന്നം. ശാകം, അന്നം എന്ന് വെച്ചാൽ ചോറാണ്, ശാകം എന്ന് വെച്ചാൽ അത് പ്രത്യേകിച്ച് ഇലക്കറികളൊക്കെയാണ്. അപ്പോൾ ഒരുപക്ഷെ പാഞ്ചാലി അന്നുണ്ടാക്കിയത് ഒരു പച്ചക്കറി ബിരിയാണി ആയിരിക്കാം.
അല്ലെങ്കിൽ ഈ ഇലക്കറിയും അന്നവും ചേർത്ത് ചോറും ചേർത്തിട്ടുള്ള എന്തെങ്കിലും പലഹാരമായിരിക്കാം. ഏതായാലും അവിടെ ഒരു ശാകാന്നം ഭഗവാൻ കാണുകയാണ്. ഭഗവാൻ അവിടെ കണ്ടെത്തുകയാണ്, അല്ലെങ്കിൽ ഭഗവാൻ അവിടെ ഒരു ശാകാന്നമായിട്ട് അവതരിച്ചു എന്ന് പറഞ്ഞാലും തെറ്റില്ല. പാഞ്ചാലിക്ക് പാത്രം കഴുകാൻ അറിയാഞ്ഞിട്ടല്ല, മറിച്ച് ഭഗവാന്റെ ആ സങ്കല്പമാത്രം കൊണ്ട് അവിടെ ഒരു ഇലക്കറിയുടെ ഒരു അംശം അവിടെ പറ്റിക്കിടക്കുന്നതായിട്ട് പാഞ്ചാലിക്കും കാണാൻ സാധിച്ചു. ഉപയുജ്യാബ്രവീദേനം അനേന ഹരിരീശ്വര വിശ്വാത്മാ പ്രിയതാം ദേവസ്തുഷ്ടശ്ചാസ്തുതിയജ്ഞഭുക്. ഭഗവാൻ അവിടെ മറ്റൊരു ലീല കൂടി ചെയ്തു. താൻ ഒരു സർവേശ്വരനല്ല, ഞാൻ ഈശ്വരനാണ്, താൻ ദേവദേവേശനാണ്, പരംബ്രഹ്മമാണ് എന്ന കാര്യമൊക്കെ ഭഗവാൻ അവിടെ മറച്ചു വെച്ചുകൊണ്ടാണ് പറയുന്നത്. ആ ഇലക്കഷണം, ആ ശാകന്നത്തിന്റെ ആ ഒരു കഷണം എടുത്ത് തൻ്റെ വായിലിട്ട് കഴിച്ചുകൊണ്ട് പാഞ്ചാലി അനേന ഹരിഹി ഈശ്വര, വിശ്വത്തിന്റെ ആത്മാവായിരിക്കുന്ന സാക്ഷാൽ ശ്രീഹരിയായിരിക്കുന്ന ഭഗവാൻ എന്നെ ഊട്ടുന്നതിലൂടെ സന്തോഷിക്കട്ടെ. തുഷ്ടശ്ചാസ്തു ഇതി യജ്ഞഭുക്കായിരിക്കുന്ന ഭഗവാൻ. ഇവിടെ ഈ വിശേഷണങ്ങളൊക്കെ ശ്രീകൃഷ്ണനും ചേർന്നതാണ്. അതുകൊണ്ട് സാക്ഷാൽ യജ്ഞഭുക്കായിരിക്കുന്ന ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് കൂടി ആ ശ്ലോകത്തിന് അർത്ഥമെടുക്കാം. അല്ലെങ്കിൽ ഭഗവാൻ യജ്ഞസ്വരൂപി യജ്ഞപുരുഷനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഈശ്വരനായിരിക്കുന്ന ഹരിയായിരിക്കുന്ന വിശ്വാത്മാവായിരിക്കുന്ന ആ ദേവൻ ഇതിലൂടെ തൃപ്തനാകട്ടെ, പ്രീതനാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ കഴിച്ചു. ഭഗവാൻ തന്നെയാണ് കഴിക്കുന്ന ആഹാരങ്ങളെ പചിപ്പിക്കുന്നത്. അഹം വൈശ്വാനുരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്തം പചാമ്യന്നം ചതുർവിധം. ഉള്ളിലുള്ള പ്രാണശക്തിയെ ഉപയോഗിച്ചുകൊണ്ട് കാറ്റുകൊണ്ട് അഗ്നി ഉണ്ടാകുന്നത് പോലെ വൈശ്വാനര അഗ്നിയായിട്ട് നമ്മുടെ വയറ്റിൽ കുടികൊള്ളുന്ന ആ ഭഗവാനാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിച്ചു തരുന്നത് എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നു. ആ ഭഗവാൻ, ആ വൈശ്വാനര അഗ്നിയായിരിക്കുന്ന ഭഗവാൻ ഇത് കഴിച്ചപ്പോൾ വിശ്വത്തിന് മുഴുവനും വയറ് നിറയും. അതുതന്നെയാണ് സംഭവിച്ചത്. അവിടെ ക്ലേശവിനാശനായ മഹാബാഹുവായ കൃഷ്ണൻ സഹദേവനെ വിളിച്ചിട്ട് പറയാണ്, സഹദേവ നീ മുനിമാരെ വിളിച്ചുകൊണ്ടുവരൂ, അവർക്ക് ഭക്ഷണം കൊടുക്കൂ, വിളിച്ചുകൊണ്ടുവരൂ, എല്ലാം നമുക്ക് റെഡിയാക്കാം, തയ്യാറാക്കാം എന്ന് ഭഗവാൻ പറയുന്നു. സഹദേവൻ വിളിക്കാൻ ചൊല്ലുന്നു. പക്ഷെ അവിടെ ദേവനദിയിൽ കുളിക്കാൻ ഇറങ്ങിയ മുനിമാര് വെള്ളത്തിൽ മുങ്ങി അവർ അഘമർഷണം എന്ന ആ കർമ്മം ചെയ്തു. വേദത്തിലുള്ള അഘമർഷണ മന്ത്രം ചൊല്ലി തർപ്പണം ചെയ്ത് ധ്യാനം ചെയ്ത് ദൃഷ്ടോദ്ഗാരൻ സന്നരസാൻ തൃപ്തിയ പരമയായുതാഹ ഉത്തീര്യ സരളാ തസ്മാ ദൃഷ്ടവന്ത പരസ്പരം. മന്ത്രം ചൊല്ലി കഴിയുമ്പോഴേക്കും വയറ് നിറഞ്ഞു വീർത്തിരിക്കുന്നു, ഏമ്പക്കം വരുന്നു. അന്നരസങ്ങളുടെ മണത്തോട് കൂടിയിട്ടുള്ള ഏമ്പക്കം പുറത്തേക്ക് വന്നിട്ട് ഇത് ഛർദ്ദിക്കുമോ എന്ന തോന്നൽ അവർക്കുണ്ടായി. അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി എന്ത് അത്ഭുതമാണെന്ന് ചിന്തിച്ചു. ദുർവാസാവിനോട് മുനിമാര് പറഞ്ഞു, ഭക്ഷണം ഉണ്ടാക്കാൻ നമ്മൾ രാജാവിനോട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു, എന്നിട്ട് സ്നാനത്തിന് വന്നു. ആകണ്ഠതൃപ്ത വിപ്രർഷേ കെമിസിസ് ഭുഞ്ചാമഹേ വയം. ഇപ്പോൾ ഇതാ കഴുത്തറ്റം വരെ ഭക്ഷണം നിറഞ്ഞു നിൽക്കുകയാണ്, വയറ് നിറഞ്ഞു കഴുത്ത് വരെ നിൽക്കുന്നു. ആകണ്ഠ തൃപ്ത. ഇനി അതിങ്ങോട്ട് ഛർദ്ദിക്കുന്നതല്ലാതെ അങ്ങോട്ട് ഒരു വറ്റ് പോലും കയറുകയില്ല. ഇനി നമ്മൾ എന്താണ് അവിടെ ചെന്ന് കഴിക്കുക? വൃഥാപാകൃതോസ്മാഭിസ്തത്രകിം കരവാമഹേ. നമ്മൾ വെറുതെ അദ്ദേഹത്തെ കൊണ്ട് 10,001 പേർക്കുള്ള ഭക്ഷണം അവിടെ ഉണ്ടാക്കിച്ചിട്ട് കഴിക്കാതെ പോയാൽ അദ്ദേഹം എന്ത് വിചാരിക്കും? ദുർവാസാവ് പറഞ്ഞു, രാജാവിനോട് നമ്മൾ വലിയ അപരാധമാണ് ചെയ്തിരിക്കുന്നത്. ക്രൂരചക്ഷുസ്, ക്രൂരമായ കണ്ണുകൊണ്ട് ആ പാണ്ഡവർ നമ്മളെ നോക്കിയാൽ നമ്മൾ ദഹിച്ചു പോകും. എനിക്കറിയാം അവരുടെ ശക്തി, അവരുടെ പ്രഭാവത്തെക്കുറിച്ച് അറിയാം. അവർക്ക് മാത്രമല്ല കൃഷ്ണഭക്തന്മാർക്കൊക്കെ ആ പ്രഭാവമുണ്ട്. സ്മൃത്വ അനുഭാവം രാജർഷേരംബരീഷസ്യ ധീമത വിഭേമ്യ സുതരാം വിപ്രാഹ ഹരിപാദാശ്രയാജനാത്. ഹരിപാദത്തെ ആശ്രയിക്കുന്ന ആളുകളുടെ ശക്തി ഞാൻ അംബരീഷ മഹാരാജാവിൽ നിന്നും പണ്ട് മനസ്സിലാക്കിയതാണ്. അദ്ദേഹത്തെ പരീക്ഷിക്കാൻ ഒരു കൃത്യയെ വിട്ടിട്ട് ആ കൃത്യ ഒടുവിൽ ആ കൃത്യയെ സുദർശന ചക്രമെന്ന് നശിപ്പിച്ച് എൻ്റെ പുറകെ ഓടി വന്ന് ഒടുവിൽ ഞാൻ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ അംബരീഷന്റെ കാലിൽ തന്നെ പണ്ട് വീണതാണ്. ഭക്തനെ ഉപദ്രവിച്ചാലുള്ള ഫലം എനിക്കറിയാം. അവരെ ഞാൻ ഭയപ്പെടുന്നു, ഹരിഭക്തന്മാരെ ഞാൻ ഭയപ്പെടുന്നു. പാണ്ഡവാശ്ച മഹാത്മാന സർവേ ധർമ്മപരായണാഹ ശൂരാശ്ച കൃതവിദ്യാശ്ച വ്രതിനസ്തപസി സ്ഥിതാഹ സദാചാരരതാ നിത്യം വാസുദേവ പരായണാഹ. അവരൊക്കെ വാസുദേവ ഭക്തന്മാരാണ്, വ്രതമെടുത്തവരാണ്, തപസ്സിലെന്നും കഴിയുന്നവരാണ്, ശൂരന്മാരാണ്, വിദ്യ നേടിയവരാണ്, മഹാത്മാക്കളാണ്, ധർമ്മപരായണന്മാർ, ധർമ്മത്തെ എന്നും അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നവരാണ്, സദാചാരത്തിൽ രമിക്കുന്നവരാണ്. വൃദ്ധാസ്തേ നിർദ്ദേയുർവൈ തൂലരാശിരീവാനല.
അവർ ക്രുദ്ധനായിട്ട് നമ്മൾ നോക്കിയാൽ നമ്മളൊക്കെ ഈ കാറ്റിൽ കൊടുങ്കാറ്റിൽ പൊടിപടലങ്ങൾ പാറുന്നത് പോലെ നമ്മളൊക്കെ പാറിപ്പറന്ന് പോയി കളയും, തടയാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് ശിഷ്യന്മാരെ? തഥ ഏതാൻ അപൃഷ്ടൈവ ശിഷ്യാ ശീഘ്രം പലായത. ഒറ്റ വഴിയേ ഉള്ളൂ, അവരോട് സമ്മതം ചോദിക്കാതെ ഈ വന്ന വഴിക്ക് പോകാതെ നദി കടന്നിട്ടോ അല്ലാതെയോ 4 ഭാഗത്തേക്കും നമ്മൾ ഓടി രക്ഷപ്പെടുക. 80 മൈൽ സ്പീഡിൽ ഓടുക. ഓട്ടമല്ലാതെ ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. 10,000 പേര് 10 ദിക്കിലേക്ക് ഓടിക്കഴിഞ്ഞാൽ അവർ പിന്തുടർന്ന് വന്നാലും 1000 പേര് മാത്രമേ അവർ കാണുകയുള്ളൂ. അപ്പോൾ 1000 പേരെ ചാവുകയുള്ളൂ, ഇല്ലെങ്കിൽ 10,000 പേരും ഭസ്മമായി പോകും. അതുകൊണ്ട് 4 ദിക്കിലേക്കും ഓടുക എന്ന് പറഞ്ഞു. ദുർവാസാവ് മുന്നിൽ ഓടി, ദുർവാസാവിൻ്റെ ശിഷ്യന്മാർ പുറകെ ഓടി. ഇത്യുക്വാസ്തേ ദ്വിജാ സർവേ മുനിന ഗുരുണ തഥാ പാണ്ഡവേഭ്യോ ഭൃശം ഭീതാഹ ദുദ്രുവസ്തേ ദിശോ ദശ. ഞാൻ അതിശയോക്തി പറഞ്ഞല്ല, 10 ദിക്കിലേക്കും അവർ പലായനം ചെയ്തു. ദുദ്രുവുഹു, ഓടി രക്ഷപ്പെട്ടു. എന്തിന്? പാണ്ഡവന്മാരെ ഭയന്നിട്ട് ഓടി എന്നാണ്. അവർക്ക് കൂടെ കൃഷ്ണനുണ്ട് എന്നറിഞ്ഞിട്ടാണ്. സഹദേവൻ നദീതീരത്ത് വന്ന് നോക്കിയപ്പോൾ ഒരു മനുഷ്യനെ അവിടെ കണ്ടില്ല. കുറച്ച് താപസന്മാരെ വേറെ കണ്ടു. അവരോട് ചോദിച്ചു, ഇവിടെ വന്ന മുനിമാർ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു അവരെന്തോ പിറുപിറുക്കുന്ന കണ്ടു, പിന്നീട് ജീവനും കൊണ്ട് 4 ഭാഗത്തേക്ക് ഓടുന്നത് കണ്ടു. എന്തിനാണ് ഓടിയെന്ന് നമുക്ക് മനസ്സിലായില്ല എന്നവർ പറഞ്ഞു. തിരിച്ചു വന്ന് യുധിഷ്ഠിരനോട് കാര്യം പറഞ്ഞു സഹദേവൻ. അപ്പോൾ ഓടിപ്പോയി. അവർ വിചാരിച്ചു ഇനി ഭക്ഷണത്തിന് മുമ്പ് ഇവർക്കിങ്ങനെ ഓടുന്ന ഒരു വ്യായാമം ചെയ്യുന്ന ഏർപ്പാടോ മറ്റോ ഉണ്ടോ എന്ന് കരുതി കാണും. പോയി തിരിച്ചു വരെ ഓടിയാൽ കുറേ ദൂരം ഓടിയിട്ട് തിരിച്ചു വരുമല്ലോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. വിശന്നിട്ട് വന്നവരല്ലേ. മനോനിയന്ത്രണത്തോടു കൂടി അവരെ കാത്തിരിക്കുകയാണ്. രാത്രിയായിട്ടായാലും വന്നു കഴിഞ്ഞാൽ നിഷീധേഭ്യത്യ ചാകസ്മാത് അസ്മാനസ്സ ചലയിഷ്യതി. ഇദ്ദേഹത്തിനൊരു സ്വഭാവമുണ്ട്, ചിലപ്പോൾ നട്ടപ്പാതിലേക്ക് ഓടി വന്നിട്ട് വിശക്കുന്നു എന്ന് പറയും. അപ്പോൾ എടുത്തു കൊടുക്കാൻ ചൂടുള്ള ഭക്ഷണം കൊടുക്കണം. തണുത്തുപോയി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ശപിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ചൂടാറാതെ ഭക്ഷണം സൂക്ഷിച്ചു വെച്ച് രാത്രിയിലൊക്കെ കാത്തിരിക്കുക. ഇതാണ് ദുർവാസാവിൻ്റെ സ്വഭാവം എന്നറിയാവുന്നത് കൊണ്ട്, മുദ്ഗലന്റെ കഥ കേട്ടിട്ടുള്ളത് കൊണ്ട് അത് തന്നെ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ കഥം ച നിസ്തരേമ അസ്മാത് കൃച്ഛ്രാത് ദൈവോപപാദിതാത് ചിന്താപരാൻ ദൃഷ്ട്വാ നിശ്വസന്തോ മുഹുർമുഹു. ഈ വലിയ ആപത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും എങ്ങനെയാണ് ദൈവമേ കരകയറുക എന്ന് വിചാരിച്ചുകൊണ്ട് അവർ നിൽക്കുമ്പോൾ ഉവാചവചനം ശ്രീമാൻ കൃഷ്ണ പ്രത്യക്ഷതാം ഗത. അപ്പോൾ കൃഷ്ണൻ ഈ കാര്യം നടത്തി അവിടുന്ന് ആദ്യം പോയി കാണണം. ഇവിടെ ഭഗവാൻ കൃഷ്ണൻ, ശ്രീമാൻ കൃഷ്ണൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷമായി. വീണ്ടും പ്രത്യക്ഷമായിട്ട് ഭഗവാൻ പറയുകയാണ്, ഭവതാമാപദം ജ്ഞാത്വാകൃഷേ പരമകോപനാത് ദ്രൗപദ്യാ ചിന്തിത പാർത്ഥാഹ അഹം സത്വരമാഗത. ഞാൻ എന്തിനു വന്നു എന്നാണ് നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾക്ക് ആ മഹർഷിയിൽ നിന്നും വന്നു ചേർന്നിരിക്കുന്ന വലിയ ആപത്തിനെ കണ്ടിട്ട് ദ്രൗപദി എന്നെ സ്മരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഓടി വന്ന് അതിന് വേണ്ടത് ഇവിടെ ചെയ്തു വച്ചിട്ട് പോയത്. ന ഭയം വിദ്യത്തെ തസ്മാത് ഋഷേർ ദുർവാസസോ അൽപകം തേജസാ ഭവതാം ഭീതപൂർവമേവ പലായിത. നിങ്ങൾ രാത്രി വരെ ഉറക്കഴിച്ച് കാത്തിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ദുർവാസാവിൽ നിന്നും ഭയമുണ്ടാവുകയില്ല. നിങ്ങളുടെ തേജസ്സിന് ഭയന്നിട്ട് നേരത്തെ തന്നെ ദുർവാസാവും കൂട്ടരും അവിടുന്ന് ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ശക്തിയില്ല എന്നാണ് നിങ്ങൾ കരുതിയത്. നിങ്ങൾക്ക് തപശക്തിയില്ലേ? ദുർവാസാവിനേക്കാൾ എത്രയോ മുന്നിലാണ് നിങ്ങൾ നിൽക്കുന്നത്. കാരണം നിങ്ങൾ എൻ്റെ ഭക്തന്മാരാണ്. ധർമ്മനിത്യാസ്തുയേ കേചിത് നതേ സീതന്തി കർഹിജിൽ. ധർമ്മനിത്യന്മാരായ നിത്യം ധർമ്മത്തെ അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല. നമേ ഭക്ത പ്രണശ്യതി. ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭക്തന്മാർ ഒരിക്കലും നശിക്കുകയില്ല. ഈ ധർമ്മം സ്വല്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. സ്വല്പമെങ്കിലും ഈ ധർമ്മത്തെ ചെയ്യുന്നവന് ദുഃഖം വരികയില്ല. വലിയ ദുഃഖത്തിൽ നിന്നും അവൻ കരകയറും. ആർച്ചേപോ ഗമിഷ്യാമി നീതം ഭദ്രമസ്തുവ. അതുകൊണ്ട് നിങ്ങളോട് അനുവാദം ചോദിച്ച് ഞാൻ പോവുകയാണ്. ഞാൻ ആ രുക്മിണിയെ അവിടെ തനിച്ചാക്കിയിട്ട് ഇപ്പോൾ ഓടി വന്നിരിക്കുകയാണ്, പോവുകയാണെന്ന് പറഞ്ഞ് ഭഗവാൻ അവിടുന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ പാണ്ഡവന്മാർ ഒരുമിച്ച് പറഞ്ഞു, ത്വയാ നാഥേന ഗോവിന്ദ ദുസ്തരാമാപദം വിഭോ തീർണ പ്ലവമിവാസാദ്യ മജ്ജമാന മഹാർണവേ. ഭഗവാനെ, വലിയ വെള്ളപ്പൊക്കത്തിൽ ജലത്തിൽ താഴ്ന്നു പോകുന്ന സമയത്തിൽ ഒരു കപ്പൽ പോലെ അങ്ങ് വന്ന് ചേർന്നിരിക്കുന്നു. അങ്ങ് നാഥനായിരിക്കുമ്പോൾ ഏറ്റവും വലിയ അപകടത്തിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷയുണ്ടാകും ഭഗവാനെ എന്ന് പറഞ്ഞ് നമസ്കരിച്ചു. സ്വസ്തി സാധയ ഭദ്രം തേ ഇത്യാജ്ഞാതോ യജൗപരിം. ഭഗവാനെ, അങ്ങക്ക് സ്വസ്തി ഉണ്ടാകട്ടെ, മംഗളമുണ്ടാകട്ടെ, ഇതുപോലെ അങ്ങ് മറ്റുള്ളവരെയും രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ അവർ യാത്രയാക്കി. വൈശമ്പായനൻ കഥ പറഞ്ഞു നിർത്തുകയാണ്. എവംവിധന്യനേകാനി ധാർത്തരാഷ്ട്രയെ ദുരാത്മഭി പാണ്ഡവേഷു വനസ്ഥേഷു പ്രയുക്താനി വൃഥാഭവൻ. ഇങ്ങനെ അനേക തരത്തിൽ ഈ ധാർത്തരാഷ്ട്രന്മാർ പാണ്ഡവന്മാരെ കാട്ടിൽ വന്നിട്ടും
ഉപദ്രവിക്കുകയുണ്ടായി. പക്ഷെ അതൊക്കെ വ്യർത്ഥമായി പോയി. ഭഗവാന്റെ കാരുണ്യവും പാണ്ഡവന്മാരുടെ ധർമ്മബോധവും അവരുടെ സത്യപരായണ നിഷ്ഠയും കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നാണ് വൈശമ്പായനൻ പറയുന്നത്.